ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പുറത്തൂരിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. പുറത്തൂർ ചിറക്കലങ്ങാടിയിൽ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ലഹരി മാഫിയ സംഘം വീടുകളിൽ കയറി ആക്രമണം നടത്തിയതായി പരാതി. ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ചിറക്കലങ്ങാടി പുളക്കൽ കുഞ്ഞിമുഹമ്മദിന്റെ വീട്ടിൽ കയറിയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ കുഞ്ഞിമുഹമ്മദിന്റെ മകൻ ഫൈസലിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മറ്റൊരു മകൻ റസാക്കിനും പരിക്കേറ്റിട്ടുണ്ട്. റസാക്കിന്റെയും അസറുവിന്റെയും വീടുകളും സംഘം ആക്രമിച്ചതായി പരാതിയുണ്ട്. ആക്രമണത്തിനിടെ 3 ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ചിറക്കലങ്ങാടി സ്വദേശി പേടൂർ സനൽ എന്ന പല്ലൻ സനൽ നേതൃത്വം നൽകിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. വടിവാളും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. മോഷണം, ലഹരി വിൽപ്പന, ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങി വിവിധ കേസുകളിൽ സനൽ പ്രതിയാണെന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചിറക്കലങ്ങാടിയിലെ ഒരു ബാർബർ ഷോപ്പിലെത്തിയ ആളെ മാരകമായി ആക്രമിച്ച കേസിലും അയൽവാസികളുടെ വീടുകളിൽ കയറി ആക്രമണം നടത്തിയ കേസുകളിലും റിമാൻഡിലായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.